ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കും മകരവിളക്കിനും ഭക്തരുടെ എണ്ണം നിയന്ത്രിക്കും. സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയേക്കും. ഭക്തജന തിരക്ക് കണക്കിലെടുത്താണ് തീരുമാനം. അശ്വിൻ പാലാഴിയുണ്ട് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന്. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അഭൂതപൂർവമായ തിരക്കാണ് കഴിഞ്ഞ 3 ദിവസമായി സന്നിധാനത്ത് തുടരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് 25, 26 തീയതികളിൽ കടുത്ത നിയന്ത്രണം ഭക്തർക്ക് ഏർപ്പെടുത്താൻ തീരുമാനം. ഇപ്പോഴും വലിയ തിരക്കുണ്ട്. 25, 26 മണ്ഡലപൂജ. ഈ മണ്ഡലപൂജ ദിവസത്തിൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കിയുള്ളൊരു നിയന്ത്രണത്തിനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കണോ എന്നുള്ള കാര്യം. അതുകൂടാതെ വെർച്വൽ ക്യൂ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് 25-ാം തീയതി 54,000-വും മണ്ഡലപൂജ ദിവസമായി 26-ന് 60,000 പേരിലേക്ക് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. 70,000-ൽ നിന്നാണ് ഇത്രയധികം എണ്ണം വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഒപ്പം മണ്ഡല മകരവിളക്ക് ദിവസങ്ങളായ 12, 13, 14 തീയതികളിൽ യഥാക്രമം 60,000, 50,000, 40,000 എന്നീ എണ്ണത്തിലേക്കും കുറച്ചിട്ടുണ്ട്. അതായത് മണ്ഡല മകരവിളക്ക് ദിവസം വെർച്വൽ ക്യൂ വഴി കേവലം 40,000 പേർക്ക് മാത്രമേ ദർശനം നടത്താനാകൂ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുമോ എന്നുള്ളതാണ്. അത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയിലാണ്. അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കോടതി പരാമർശം കൂടി വരും. എന്തായാലും ഈ തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നത് അത്രയും വലിയ തിരക്ക് സന്നിധാനത്തുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മണ്ഡലപൂജ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടായാൽ നിയന്ത്രണത്തിന് വലിയ പാടുപെടേണ്ടി വരും പോലീസ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ന് പോലീസിന്റെ അധിക ബാച്ച് സന്നിധാനത്ത് ചുമതലയേൽക്കും. എന്തായാലും ഇപ്പോഴും വലിയ തിരക്ക് തുടരുകയാണ്. ഉന്മേഷ്.